തേർഡ് അടുത്തത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവരും മിക്കവാറും ഇറങ്ങിയിട്ട് കുറേ വർഷങ്ങളായി OTTയിൽ വന്നിട്ടായി മിക്കവാറും ഒരു 99% ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഈ ദൃശ്യം 2 തിയേറ്റർ റിലീസിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഒന്നുകൂടി തിയേറ്ററിൽ കാണുന്ന ഒരു ആഗ്രഹം. ഇപ്പോൾ ഇപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഇവൻ മോഹൻലാൽ ഫാനാണ്, അപ്പോൾ ഇവൻ നല്ലൊരു അഭിപ്രായം പറയാം. നല്ല എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. OTTയിൽ 2 തവണ കണ്ടതാണ്. ഒന്നുകൂടെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടി വന്നതാണ്. വളരെ നന്നായിരുന്നു. ഇല്ല, ഇന്നലെ അറിഞ്ഞു വരുന്നു എന്ന്, അപ്പോൾ വന്ന് കണ്ടതാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ദൃശ്യം 2 OTT റിലീസായിരുന്നല്ല, ഞാൻ OTTയിൽ കണ്ടില്ല. അതുകൊണ്ട് തിയേറ്ററിൽ കിട്ടിയ അവസരം അതുകൊണ്ട് കാണാൻ വേണ്ടി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ്. നല്ല എക്സ്പീരിയൻസ്. നല്ല സിനിമയാണ്. നല്ല സിനിമയാണല്ലോ, പ്രൂവ് ചെയ്തിട്ടുള്ളതാണല്ലോ. പിന്നെ 3 അടുത്ത മാസം വരുന്നു എന്നറിയാം. അപ്പോൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് സ്ലോ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബ്രില്യൻ്റായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദൃശ്യം 3 ഇറങ്ങാൻ പോവല്ലേ, അപ്പോൾ ഇതുമായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം 3-ൽ എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് കണ്ടത്. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്. അതിന് പറഞ്ഞല്ലോ 2 തവണ ഞാൻ OTT കണ്ടതാണ്. അത് ഒന്നിനകത്ത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്, വേറെ ഒന്നുമില്ല. കൊള്ളാം. ഇന്ന് അത്യാവശ്യം ആളുണ്ടായിരുന്നു. അത് എല്ലാവരും മിക്കവരും കണ്ടവർ തന്നെയാണ് തോന്നുന്നത് വീണ്ടും വന്നത്. തേർഡ് അടുത്തത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിയേറ്ററിൽ അങ്ങനെ ദൃശ്യം ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് എനിക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയായിട്ട് തോന്നിയില്ല. OTTയിൽ കണ്ടാലും മതി. പക്ഷേ എന്നാലും നമ്മൾ തിയേറ്റർ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു രസമുണ്ട്. അങ്ങനെ കാണാൻ വന്നതാണ്. പെടാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, എന്നാലും നമുക്ക് ദൃശ്യം 4ഉം 5ഉം ഒക്കെ കിട്ടുള്ളൂ. അടുത്ത് എന്തായാലും അതിനെക്കാട്ടിയും വലിയൊരു സംഭവമായിരിക്കും കാത്തു വെച്ചേക്കുന്നത് ദൃശ്യം 3ൽ. പ്രതീക്ഷിക്കണം നമ്മൾ, അങ്ങനെ ഒരു കഥ പ്രതീക്ഷിക്കണം. കാരണം അത്ര ഇതായിട്ട് അവർ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയല്ലോ അതിൻ്റെ റിലീസൊക്കെ. അപ്പോൾ അത്രയും വലിയ എന്തെങ്കിലും സംഭവം വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം എനിക്ക് എന്തായാലും നല്ലൊരു പ്രതീക്ഷയാണ്. വലിയൊരു പമ്പൻ ക്ലൈമാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ. ദൃശ്യം 3 എനിക്ക് ഭയങ്കര വലിയ റെക്കോർഡുകൾ ഇടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ഫാൻസൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കളക്ഷനൊക്കെ എന്തായാലും നേടും. ഇത് അങ്ങനെയൊന്നും വയ്ക്കില്ല. ഇത് ഒന്നാമത് ദൃശ്യം 2ൻ്റെ റീ റിലീസിൽ അങ്ങനെ ഒരു റെക്കോർഡും വയ്ക്കില്ല. പൊതുവേ ഇന്ന് തന്നെ വളരെ കുറച്ച് പ്രേക്ഷകരുണ്ട്. നാളെ കുറഞ്ഞു വരേ ഉള്ളൂ. കാരണം എല്ലാവരും മിക്കവാറും ഇറങ്ങിയിട്ട് കുറേ വർഷങ്ങളായി OTTയിൽ വന്നിട്ടായി മിക്കവാറും ഒരു 99% ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഈ ദൃശ്യം 2 തിയേറ്റർ റിലീസിൽ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല.